വലിയൊരു സുവിശേഷകനുണ്ട് കേട്ടോ. നിന്നെ അവൻ സുവിശേഷത്തിന് യൂസ് ചെയ്യും. ഇന്ന് നീ കൈകൊണ്ട് ചെയ്യുന്ന വേല അതൊക്കെ ഞാൻ അസ്തമിപ്പിക്കും കേട്ടോ. നിന്റെ വീട്ടിലെ സാമ്പത്തിക വിഷയത്തിൻ്റെ മേൽ ബ്രദർ കൈ ഉയർത്തി സ്വീകരിച്ചു. ഇന്ന് ഞാൻ ഇന്ന് രാത്രി ഒരു അഴിവ് കൽപ്പിക്കാൻ പോവാ. ഹോളി സ്പിരിറ്റ് നിന്റെ സുവിശേഷകനുണ്ട്. രാത്രി സുവിശേഷം പേരുണ്ടവരൊക്കെ ഇതിൻ്റെ അകത്ത് നിൽപ്പുണ്ട്. ക്ലോസ് യുവർ ഐസ്. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചു. ആരും കണ്ണു തുറക്കരുത്. ഇതുവരെ യേശുവിൻ്റെ കൈ കൊടുക്കാത്തവരുണ്ടെങ്കിൽ, യേശുവിൻ്റെ ഹൃദയം കൊടുക്കാത്തവരുണ്ടെങ്കിൽ, പാസ്റ്റർ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്ക് അറിയാം, എന്നാൽ ഇതുവരെ ഞാൻ യേശുവിന് വേണ്ടി തുറന്നിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഹൃദയം യേശുവിന് വേണ്ടി തുറക്കുക. എൻ്റെ 14-ാമത്തെ വയസ്സിൽ അവന് വേണ്ടി ഹൃദയം തുറക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു കേട്ടോ. എൻ്റെ 14-ാമത്തെ വയസ്സിൽ സ്നാനപ്പെടാം. ഈ ക്രൂശിൻ്റെ സ്നേഹം എന്നെ അനുവദിച്ചു. ഒരുപക്ഷെ സ്നാനം ശരിയാണെന്ന് നിനക്കറിയാം. നീ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം, റിലേറ്റീവ്സ്, ഫാമിലി, ഇതെല്ലാം നിനക്ക് ഓപ്പോസിഷൻ, എനിക്കതറിയാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. നിന്നേക്കാളും മുമ്പ് ഓപ്പോസിഷനായിട്ട് നിന്നവൻ വിടിവിക്കപ്പെടുന്നൊരു സമയമാണ്. ഇതുവരെ സ്നാനപ്പെടാത്തവർ ഇവിടെ ഉണ്ടെങ്കിൽ, ഇതുവരെ രക്ഷിക്കപ്പെടാത്തവർ ഇവിടെ ഉണ്ടെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം കൈ ഉയർത്തി പിടിച്ചാട്ടെ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഉയർത്തി തലയ്ക്ക് മുകളിൽ കൈ ഉയർത്തിപ്പിടി. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം. ഇതുവരെ രക്ഷിക്കപ്പെടാത്തവർ, ഇതുവരെ സ്നാനപ്പെടാത്തവർ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടാത്തവർ കൈ ഉയർത്തിപ്പിടിക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഈ പ്രാർത്ഥനയിൽ എനിക്കറിയാം നിന്റെ വീട്ടിലൊരു വിടുതലുണ്ടാവും. നീ ആയിരിക്കില്ലേ ചിലപ്പോൾ ആദ്യം സ്നാനപ്പെടുന്നത്. സ്നാനത്തിന് എതിർ നിന്നവർ ആദ്യം സ്നാനപ്പെടും. അപ്പൊ നീ ഓർക്കും, അയ്യോ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ സംഭവം. ദൈവം ചെയ്യാൻ പോവാ സഹോദര. കഴിഞ്ഞ ദിവസം CSI ചർച്ചിൽ ബാംഗ്ലൂരിൽ 1000 ഫാമിലിയോട് ഒരു വലിയ ഇടവകയിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ ഇജ ഡാനിയൽ സ്നാനപ്പെടുവാൻ വേണ്ടി പാമ്പാടിയിലേക്ക് ഓടിയെത്തി. എന്നേക്കാൾ പ്രായമുള്ള ആ വൈദികനെ ഞാൻ സ്നാനജലത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അദ്ദേഹം അലറിക്കരയുകയായിരുന്നു. ഈ സ്നേഹം അറിയാതെ പോയി. ആ കൈ ഉയർത്തിപ്പിടിച്ചവർ ഒന്നുകൂടെ ഉയർത്തിപ്പിടിച്ച് നീ കാണാൻ വേണ്ടി മാത്രം. ഒന്നും നിങ്ങൾ മാത്രമേ മുമ്പോട്ട് തോന്നി. ആ കൈ ഉയർത്തിപ്പിടിച്ചവരൊന്ന് മുമ്പോട്ട് വന്നാൽ എനിക്കൊന്ന് തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കാം. ജീസസോട് ചേർന്ന് കേട്ട സഹോദരി, ബാക്കി ആരും പോകരുത്. ഒറ്റ വാക്ക് പ്രാർത്ഥന. ഞാൻ എഴുതിയൊരു ബുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പാസ്റ്റർ. ആമേൻ. മനോജ് അതെടുത്തിട്ട് പറഞ്ഞ ഒരു ബുക്ക് തുച്ഛമായ വിലയുള്ളൂ. എല്ലാവരും അതിൽ ഓരോ പീസ് കൈക്കലാക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഫാമിലി റിലേറ്റഡ് ആയ ഒരു ബുക്കാണ്. കുടുംബത്തിൽ ഒരു ദൈവപ്രവൃത്തി കൊണ്ടുവരുന്ന ബുക്കാണ്. നിങ്ങൾക്കത് വാങ്ങിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആ കൈ ഉയർത്തിപ്പിടിച്ച മുമ്പിലേക്ക് വരെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. അത്ഭുതം നടക്കാൻ. പക്ഷേ ഞാൻ രോഗിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പക്ഷേ ഞാൻ രോഗിയാണ്, എനിക്കൊരു സൗഖ്യം വേണമെന്നുള്ളവർ എത്ര പേര് ഇന്ന് രാത്രി ഇവിടെയുണ്ട്? കൈ ഉയർത്തിപ്പിടിക്കും, പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കർത്താവ് പറയാം, ഞാൻ വലിയ മുറക്കൾ ചെയ്യാൻ പോവാ. നിന്നെ ഞാൻ വലിയ സാക്ഷിയാക്കി, നിന്റെ ഭവനത്തെ ഞാൻ വലിയ സാക്ഷിയാക്കി നിർത്തും. 2ാം ജന്മം ലഭിച്ചതുപോലെയാണ് എൻ്റെ ജനത്തിന് ഈ ജന്മം കേട്ടോ ഇല്ലാതെയാക്കി തല്ലി തകർക്കാൻ നോക്കിയ ചില പ്രത്യേക മേഖലകളൊക്കെ ഇന്ന് രാത്രി അഴിയാൻ പോവാ. ഈ രാത്രി അഴിയാൻ പോവാ. പ്രാർത്ഥിക്കാൻ പോവാ. രാത്രി വിടുതൽ നടക്കണം. രാത്രി വിടുതൽ നടക്കണം. രാത്രി അത്ഭുതം നടക്കണം. അവൻ നിന്നെ വിളിക്കുന്നത് യേശുവിലേക്ക് അവൻ നിങ്ങളെ വിളിക്കുന്നു. യേശു നിന്നെ ഒറ്റപ്പെടുത്തി കളയുന്ന ദൈവമാണ്. അവൻ നിന്നെ ക്രൂശോട് ചേർക്കാൻ പോവാ. നിന്റെ ശത്രുക്കളെയും കൂടി നിന്റെ മിത്രമാക്കി മാറ്റാൻ പോവാ. നിനക്കറിയോ, ഇവിടെ നിൽക്കുന്ന പല ചെറുപ്പക്കാരും സുവിശേഷം നൽകി വൻകരകൾ താണ്ടവർ നിന്റെ അകത്തുണ്ട്. ഒരുപക്ഷെ അടുത്ത ക്രൂസൈഡിൽ ഞാനായിരിക്കില്ല പ്രസംഗിക്കുന്നത്, നിങ്ങളിൽ ഒരാളായിരിക്കും പ്രസംഗിക്കുന്നത്. അഭിഷേകത്തിന്റെ മേഖല ഇവിടെ നടക്കുന്നതോ എത്രയും പേര് ഞാൻ ഒന്നുകൂടെ ഇവിടെ വരുന്നുണ്ട്. കൺവെൻഷൻ ആയിരിക്കുകയല്ല, അതൊരു യങ്സ്റ്റേഴ്സിന് വേണ്ടിയുള്ള പവർ മീറ്റിംഗ് ആയിരിക്കും. അഭിഷേകത്താൽ ഒരു ആർമി. ഹോളി സ്പിരിറ്റ് കണ്ണുകളുടെ ചാട്ട്. ഈ മകനെ ദൈവം തീയാക്കി മാറ്റും. ഈ മകനെ ദൈവം അഗ്നിയാക്കി മാറ്റും. വിദ്യാഭ്യാസത്തെക്കാൾ അപ്പുറമായി പരിശുദ്ധാത്മാവിനെ ഉയർത്താൻ പോവാ. ഇപ്പൊ നീ സ്വീകരിച്ചു 2 കരവും സ്വർഗത്തിലേക്ക് എല്ലാവരും ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്നാനപ്പെടാൻ രക്ഷിക്കപ്പെടാൻ ഒക്കെ ഉള്ള ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, നിങ്ങൾ എന്റെ വിളി കേട്ടാൽ ഇന്ന് രാത്രി വന്നേ. യേശുവാ നിങ്ങളെ വിളിച്ചത്. ഞാനല്ലേ രാത്രി നിങ്ങൾക്ക് കൈ തരുന്നത്.
ആണിപ്പഴുതുള്ള കരമ, ആണിപ്പഴുതുള്ള കരമ. ഇത് നിന്റെ കരച്ചിലല്ല കേട്ടോ, ഇതൊരു രാജ്യത്തിന്റെ, ഒരു സംസ്ഥാനത്തിന്റെ കരച്ചിൽ പോലെയാ. ഒരു വിടുതൽ ദൈവം നിന്റെ ഭവനത്തിൽ അയക്കാൻ പോവാ. രണ്ട് കരവും സ്വർഗത്തിലേക്ക് ഉയർത്തി വായി തുറന്ന് വിളിക്ക്, യേശുവേ, യേശുവേ. സംവിധാവേ, ഈ സഹോദരിമാർക്കായി സ്തോത്രം, ഈ സഹോദരന്മാർക്കായി സ്തോത്രം. രക്ഷിക്കപ്പെടുക, സ്നാനജലത്തിലേക്ക് ഇറങ്ങുക. ഈ രാത്രി വന്നവർക്കായി സ്തോത്രം. നിങ്ങൾ വായി തുറന്ന് പ്രാർത്ഥിക്കുക, യേശുവേ. ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന സഹോദരി സഹോദരന്മാർ വായി തുറന്ന് പ്രാർത്ഥിക്കുക, യേശുവേ. ഇന്ന് രാത്രി എൻ്റെ ഹൃദയം ഞാൻ നിനക്കായി, വായി തുറന്ന് പറയാം, ഞാൻ നിനക്കായി തുറക്കുകയാണ്. വായി തുറന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ പാപം, വായി തുറന്ന് നിങ്ങളുടെ ശബ്ദം കേൾക്കണം. എൻ്റെ പാപം നിന്നോട് ഏറ്റുപറയുന്നു. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിൽ വരണം. നിനക്കായി എൻ്റെ ഹൃദയം തുറക്കുന്നു. ചേർന്ന് പറ, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇപ്പോൾ എഴുതണം. എഴുതിയതിനായി സ്തോത്രം, മകനാക്കിയതിനായി സ്തോത്രം, രക്തം കൊണ്ട് കഴുകിയതിനായി സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. നാം ഒന്നിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. എല്ലാ കാര്യങ്ങളും ഉയർത്തി പ്രാർത്ഥിച്ചേ. ജനത്തെ ഇന്ന് രാത്രി ഞാൻ മുദ്ര ചെയ്യുക. ഇവരെ യേശുവിനെ സ്വീകരിച്ച് ഇന്ന് രാത്രി ഇവിടുന്ന് കടന്നു പോകുമ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് പിശാച് അലറി മാറട്ടെ. ഈ രാത്രി നീ നിന്റെ ബെഡ്റൂമിൽ കാലി ചവിട്ടുമ്പോ ആ ഇരുണ്ട ശക്തി ഇനി അവിടെ ഉണ്ടായിരിക്കുക ഇല്ല. ആ പിശാചിനി ആ വീട്ടിൽ ഉണ്ടായിരിക്കുക ഇല്ല. ഇപ്പോൾ തന്നെ ഞാൻ ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗമുള്ള ഭാഗത്ത് കൈവച്ചുകൊള്ളുക. ഇപ്പോൾ യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ പോവാ. രോഗമുള്ള ഭാഗത്ത് കൈവച്ചുകൊള്ളുക. തലവേദനയാണോ, ബാക്ക് പെയിൻ ആണോ, സ്കിൻ ഡിസീസ് ആണോ, ക്യാൻസർ ആണോ, ട്യൂമർ ആണോ, മൈഗ്രൈൻ പോലെയുള്ള പ്രശ്നമാണോ, ഒരു ഓപ്പറേഷൻ വേണമെന്ന് പിശാച് പറഞ്ഞോ, ഡോക്ടർ അമ്മ സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് നിന്റെ കയ്യിലുണ്ടോ? ഇന്ന് രാത്രി കർത്താവ് ഓപ്പറേഷൻ ഇപ്പോൾ ചെയ്യാൻ പോവുകയാ. ആ തൈറോയിഡിന്റെ പ്രശ്നമാ, ഗോയിറ്ററിന്റെ പ്രശ്നമാ, യൂട്രസിന്റെ പ്രശ്നം, ആ ട്യൂമറായിട്ട് വളർന്നു വന്നിരിക്കുന്ന എക്സ്ട്രാ ഗ്രോത്ത് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഹീലാകാൻ പോവുകയാ. ആ ഓപ്പറേഷന് വേണ്ടി പണം കണ്ടെത്തി നീ ആശുപത്രിയിലേക്ക് കടമെടുത്തോടണ്ട. ഈ രാത്രി യേശു നിന്നെ സൗഖ്യമാക്കാൻ പോവുകയാ. കണ്ണിന് പ്രശ്നമുള്ളവരുണ്ടോ? കണ്ണിന്റെ നേർവസിൽ ദൈവശക്തി വ്യാപരിക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഇന്ന് രാത്രി കൈവച്ച് പ്രാർത്ഥിച്ചോ. യേശു നിന്നെ സൗഖ്യമാക്കാൻ പോവുകയാ. എല്ലാവരും വായ്തുറന്ന് യേശുവിന്റെ അടിപ്പിണറുകളാൽ, എല്ലാവരും വായ്തുറന്ന് യേശുവിന്റെ അടിപ്പിണറുകളാൽ, എല്ലാവരും വായ്തുറന്ന് യേശുവിന്റെ അടിപ്പിണറുകളാൽ, വായ്തുറന്ന് യേശുവിന്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ യെശയ്യാ 53:5 പത്രോസ് 2:24 അവന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു ഇരിക്കുന്നു. സങ്കീർത്തനം 107:20 അവന്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി. സങ്കീർത്തനം 103:3 അവന്റെ സകല രോഗങ്ങളെയും മൾട്ടി സ്പെഷ്യാലിസ്റ്റ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവം. 3:6 വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. തലവേദന മാറിപ്പോകട്ടെ. 16:17 വിശ്വസിക്കുന്നതിനാൽ ഈ അടയാളങ്ങൾ നടക്കോ. അവർ രോഗികളുടെ കൈവച്ചാൽ അവർക്ക് സൗഖ്യം. ഈ ജനത്തെ തൊട്ടകൃപയ്ക്കായി സ്തോത്രം, തൊട്ടകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അങ്ങനല്ല പറയണ്ട, യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങൾ നിങ്ങളുടെ ശരീരം ചെക്ക് ചെയ്തുകൊള്ളുക. ആ രോഗം ഇനി അവിടെ കാണുകയില്ല, ആ ബന്ധനം അവിടെ ഇനി കാണുകയില്ല. നിങ്ങൾ ചെക്ക് ചെയ്യുക, ചെക്ക് യുവർ ബോഡി. നിങ്ങളുടെ ശരീരം ചെക്ക് ചെയ്തോ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ചെക്ക് ചെയ്തോ. ഈ രാത്രി